ഉണ്ട് എന്നുള്ളതിന് ഒരു ചെറിയ തിരുത്തം 3 പതിറ്റാണ്ടെന്നാക്കാണ്. അപ്പോ 3 പതിറ്റാണ്ട് കൊണ്ട് ഈശ്വരൻ മുന്നൊരുക്കങ്ങൾ നടത്തി എന്ന് ഇന്ന് എനിക്ക് മനസ്സിലാകും. അന്ന് ഞാൻ കരഞ്ഞു, ഇന്ന് ഞാൻ ചിരിക്കുന്നു. ആ പോയ വേദനകൾ, ആ അനുഭവിച്ച വേദനകള് ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈശ്വരൻ ചെയ്ത ഒരു കാര്യം, ഒരു തയ്യാറെടുപ്പായിരുന്നു. ഈ നെറ്റിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. മിന്നലൊക്കെ വരുന്നു. ഭഗവാനെ കാക്കണേ. കുഴപ്പമില്ല, വോയിസ് ഒക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ്. വോയിസ് ക്ലിയർ ആണ്, പക്ഷെ ബ്ലിങ്കി ഇരിക്കുന്നുണ്ട്. നല്ല സമയം നല്ല കാര്യങ്ങൾ പറയാൻ വരുമ്പോ ഇടയ്ക്കൂടെ എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ വേണമല്ലോ. ഓക്കെ. അപ്പോ ആരോഗ്യ പ്രശ്നങ്ങൾ ആണ് ശരിക്കും RCMലേക്ക് ചൂണ്ടുപലകയായത്. RCMല് എന്ത് തരും എന്ന് ചോദിച്ചാൽ പല ലീഡേഴ്സും പറയുന്ന പോലെ എല്ലാം തരും. ഞാൻ ആക്ച്വലി അക്ഷരാർത്ഥത്തിൽ ഇന്ന് ജീവിക്കുന്നത് RCMലൂടെയാണ്. കാരണം മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല. 4200 രൂപ മന്ത്ലി മെഡിക്കൽ എക്സ്പെൻസ് 110 രൂപയിലേക്ക് ചുരുങ്ങി. അപ്പൊ ബാക്കി എനിക്ക് മിച്ചാണ്, അത് ചെലവിനെടുക്കാലോ. Recording in progress. അപ്പൊ ഇത് ഇങ്ങനെ എല്ലാവർക്കും എന്നെ പോലെ തന്നെയാണ് ഓരോ വ്യക്തികളും എന്ന് എനിക്ക് മനസ്സിലാവും. കാരണം വേദന തിന്ന് കടിച്ചമർത്തി സാഹചര്യങ്ങൾ കൊണ്ട് അവനവന്റെ കാര്യം മറന്ന് ജീവിക്കുക, ഇത് സർവ്വസാധാരണമാണ്. അത് പുരുഷനായാലും സ്ത്രീ ആയാലും ചെയ്യുന്ന വലിയൊരു തെറ്റ്. RCMല് വന്നിട്ട് അവിടുന്ന് വീരാംഗന ക്ലബിലേക്ക് പോയതിന് ശേഷമാണ് സെൽഫ് ലവ് അഥവാ അവനവനെ സ്നേഹിച്ചു തുടങ്ങുക, അതിൻ്റെ ആവശ്യകത, ഇതൊക്കെ മനസ്സിലാക്കി തരുന്നത് ശരിക്കും അവിടുന്നാണ് മനസ്സിലാവുന്നത്. എന്താണ് സെൽഫ് ലവ്, എന്തുകൊണ്ട് അവനവനെ സ്നേഹിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശരിക്കും വീരാംഗന ക്ലബ് എന്ന് പറയുന്ന ആ ഒരു ശരിക്കും ഒരു മായാലോകം പോലെ. എനിക്ക് RCMല് വന്ന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യം എന്ന് പറയുന്നത് പഠനം. ശരിക്കും മാഡം പറഞ്ഞതുപോലെ പാഷനാണ്. എന്ത് കിട്ടിയാലും പഠിക്കും, ഇന്നതൊന്നൊന്നുമില്ല. പഠിക്കുന്നത് നല്ലതുപോലെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതിന് സാഹചര്യമില്ലാത്ത ആൾക്കാരിലേക്ക് പറഞ്ഞെത്തിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. വർക്ക് സ്പിരിറ്റ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, ഒരു ഹാപ്പിനെസ് ഫ്രം വർക്ക്, അതില്ലാന്നുണ്ടെങ്കിൽ നാളത്തെ കരുതി നാളെ ആ സെയിം ജോലി ചെയ്യുമ്പോൾ നമുക്കത് ചെയ്യാൻ മടുപ്പ് തോന്നാതിരിക്കണമെങ്കിൽ ഇന്ന് ചെയ്ത ജോലിയിൽ സന്തോഷം, വർക്ക് സാറ്റിസ്ഫാക്ഷൻ, ആ വാക്കാണ് ഞാൻ തേടിയത്. വർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായെങ്കിൽ മാത്രമേ ആ വർക്ക് സന്തോഷത്തോടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇതായിരുന്നു എന്നെ ശരിക്കും ത്രൂ ഔട്ട് നഴ്സിംഗിൽ എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ചെയ്യുന്ന ജോലിയിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ അതേ ജോലി നാളെ ചെയ്യാൻ പോകാൻ തോന്നുന്നില്ല. ഇന്ന് രാവിലത്തെ ക്ലാസ്സിന്റെ ബാലൻസ് ആയിട്ട് ബോറടി ആയിട്ട് തോന്നും. റിപ്പറ്റീഷൻ, എന്നും ഒരേ കാര്യം ചെയ്യുക. അപ്പൊ അവിടുന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് നല്ല അനുഭവങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഒരു മഹാ യൂണിവേഴ്സിറ്റിയാണ് അമൃത യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതിലെ കയറിയിറങ്ങിയ പല ഡിപ്പാർട്ട്മെന്റുകളിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റി. അതൊക്കെ ശരിക്കും എല്ലാ പഠിത്തങ്ങൾക്ക് ശേഷം ഞാൻ കട്ടിലേക്ക് കയറി എന്നുള്ളതാണ് സത്യം. ആ പഠിത്തങ്ങൾ കൊണ്ടൊന്നും എനിക്ക് എൻ്റെ ശരീരത്തെ രോഗം വരാതിരിക്കാനോ രോഗം വന്ന രോഗത്തെ ഭേദമാക്കാനോ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ള ചോദ്യത്തിന് മറുപടിയും കിട്ടിയില്ല. എല്ലാ ചോദ്യങ്ങൾക്കും പ്രധാനമായിട്ടും രോഗിയായി, എന്തുകൊണ്ട് രോഗിയായി, കാരണം വളരെ കൃത്യനിഷ്ഠയോടുകൂടി ഭക്ഷണക്രമങ്ങൾ ഒക്കെ സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് രോഗിയായി. രണ്ടാമത്, രോഗത്തിന് മരുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അതെന്താണ് നിർത്താൻ പറ്റാതെ 1ൽ നിന്ന് 2ലേക്കും 4ലേക്കും പോകുന്നത്. ഇനി മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നിട്ടും എന്തുകൊണ്ടാണ് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഈ ചോദ്യങ്ങൾ, ഇതെന്തുകൊണ്ട്, ഡിസ്ക് പ്രൊലാപ്സ് എന്തുകൊണ്ട്, യൂട്രസിന്റെ ഉൾഭിത്തിക്ക് കട്ടി കൂടുന്നത് എന്തുകൊണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ചോദ്യത്തിന് മറുപടി എനിക്ക് കിട്ടിയത് മെഡിക്കൽ സയൻസിൽ നിന്നല്ല, ന്യൂട്രാസ്യൂട്ടിക്കൽ സയൻസ് പഠിപ്പിച്ച അഡ്വാൻസ് ന്യൂട്രീഷൻ കൗൺസിലിംഗ് കോഴ്സ്. അതുപോലെ തന്നെ ആ കോഴ്സിനേക്കാൾ ഉപരിയായിട്ട് ആ സബ്ജക്റ്റ് കൈകാര്യം ചെയ്ത രാജൻ സാറ്, സുരേഷ് സാറ്, മനീഷ മാഡം, മിലിൻ സാറ്, എല്ലാവരുടെയും ക്ലാസ്സുകളിൽ നിന്നാണ് ശരിക്കും. അതുപോലെ അരവിന്ദ് സാഹി സാർ അതിനകത്ത് ഒരുപാട് ബിസിനസ് കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തി. ആകെ മൊത്തം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത് ആരോഗ്യം പരിപാലിക്കാൻ ഭക്ഷണം വേണം, അത് നല്ലതായിരിക്കണം, അത് വാങ്ങിക്കാൻ പൈസ വേണം. അപ്പൊ ഇതെല്ലാം
ഒരൊറ്റ കുടക്കീഴിൽ എന്നുള്ളത് എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി. ശരിക്കും കൊച്ചുകുട്ടികളുടെ ഒരു ആകാംക്ഷയോട് പോലെ, ഒരു ഉത്സവ സ്ഥലത്ത് കിട്ടുന്ന ഒരു ആകാംക്ഷ പോലെ തന്നെയാണ് എനിക്ക് തുടക്കം മുതൽ ഇന്ന് വരെ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അത് പഠിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും എനിക്ക് താല്പര്യമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പം നമുക്ക് സ്ക്രീൻ ഷെയർ ട്രൈ ചെയ്ത് നോക്കാം മാഡം. കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ചോളൂ ആകട്ടെ. താങ്ക് യു. ഈശ്വര. സ്ക്രീൻ ആയിട്ടുണ്ട്. നമസ്കാരം JRCM. ഒരു മാജിക് പ്രൊഡക്റ്റ് ആണിത്. നമ്മുടെ ഹീറോ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഹീറോ പ്രൊഡക്റ്റിൽ നമ്പർ 1 ആണ്. ന്യൂട്രിചാർജ് പ്രൊഡക്റ്റ്, ന്യൂട്രിചാർജ് വുമൺ, ന്യൂട്രിചാർജ് മാൻ, അതുപോലെ തന്നെ ന്യൂട്രാസ്യൂട്ടിക്കൽ ആയിട്ട് സെലക്ട് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് മെഡിസിൻ ആണോ എന്ന് ചോദിച്ചാൽ മെഡിസിൻ അല്ല, പക്ഷേ മെഡിസിൻ ആണ്. അങ്ങനെയാണ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്നത്. ശരിക്കും ആഹാരത്തിലെ കുറവിനെ നികത്താൻ വേണ്ടിയിട്ട് പ്രകൃതി നമുക്കായി കരുതി വെച്ച വൈറ്റമിൻസ്, മിനറൽസ്, ആൻറ്റി ഓക്സിഡൻസ് ഇതൊക്കെ കൂടി സയൻസിന്റെ സഹായത്തോടു കൂടെ മനുഷ്യന് കഴിക്കാവുന്ന പാകത്തിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അതുപോലെ ICMR, നാഷണൽ ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ് ഇവരെല്ലാവരും കൂടെ തീരുമാനിച്ചുറപ്പിച്ച ഡോസിനനുസരിച്ച്, ഡെയിലി റിക്വയർമെന്റ് അനുസരിച്ച് ഒരു വ്യക്തി, ഒരു പുരുഷനോ ഒരു സ്ത്രീയോ ആയിക്കോട്ടെ, അവരെത്ര കഴിക്കണം, ആൻറ്റി ഓക്സിഡന്റ് അവരിൽ എത്ര ചെല്ലണം എന്നൊക്കെയുള്ള കണക്കുകൂട്ടലുകൾക്കൊക്കെ വിധേയമായിട്ട് നമുക്ക് കിട്ടുന്ന RCMലൂടെ മാത്രം ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന ഒരു ഹൈ ആൻറ്റി ഓക്സിഡന്റ് ആണ് ഗാമ ഒറൈസനോൾ. ഞാൻ ശരിക്കും ഇതിന്റെ ഗുണം കണ്ടത് കോവിഡ് സമയത്ത് ചണ്ഡീഗഡ് PGI ഹോസ്പിറ്റലിലെ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസർ അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങൾ 40 പേരോട് പറഞ്ഞ് നിങ്ങളെ സ്വയം രക്ഷിക്കാൻ നിങ്ങൾ ഇത് കഴിക്കൂ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ആരും കഴിച്ചില്ല. ശരിക്കും 35 പേര്, ഡോക്ടേഴ്സും നഴ്സസും കൊറോണ വന്നു പോയപ്പോൾ 5 നഴ്സസും ഈ പറഞ്ഞ പ്രൊഫസറും മാത്രമാണ് ഈ ഒരു രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പോന്നത്. അതിന് പ്രധാന കാരണമായിട്ട് അന്നത്തെ പത്രങ്ങളിലൊക്കെ വളരെ വാർത്തയുണ്ടായിരുന്നു, ന്യൂസ് ചാനലുകളിൽ ഉണ്ടായിരുന്നു. ഗാമ ഒറൈസനോൾ ആണ് അവരുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്തത്. ബോഡി ആൻറ്റി ഓക്സിഡന്റ് എഫക്റ്റ് കൊണ്ട് ബോഡിയെ രക്ഷിച്ച് ജീവിതം നിലനിർത്താൻ അവരെ സഹായിച്ച ഘടകം എന്ന് ഞാൻ വായിച്ചിരുന്നു. ഞാൻ ജസ്റ്റ് RCMൽ വന്ന സമയമാണ്. അപ്പോൾ വൺ സൊല്യൂഷൻ ഫോർ ഓൾ എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റമൂലി. എന്നാൽ ഇത് മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ പോരാ എന്നാണ് അർത്ഥം. നമുക്ക് മറ്റു പലതും നമ്മളുടെ ശരീരത്തിൽ ചെല്ലേണ്ടതുണ്ട്. പക്ഷെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം നിർണയിക്കാൻ അല്ലെങ്കിൽ കൊണ്ടുവരാൻ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം മതിയാകും. അപ്പൊ ഇതിന് നമ്മുടെ ശരീരത്തിലെ വിവിധങ്ങളായ സിസ്റ്റങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇടത്തുനിന്ന് തുടങ്ങാം. ബ്ലഡ് പ്രഷർ ക്രമാതീതമായിട്ട് കൂടുന്ന പ്രഷർ വേരിയേഷൻ, അത് ലോ ആണെങ്കിൽ നോർമലാക്കും, ഹൈ ആണെങ്കിലും നോർമലിലേക്ക് കൊണ്ടുവരും. നമുക്ക് തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ കറക്റ്റ് ചെയ്യാൻ ഈ ഒരു ആൻറ്റി ഓക്സിഡന്റ് ഹെൽപ്ഫുൾ ആണ്. ലിവർ സംബന്ധമായ പ്രോബ്ലംസ് കറക്റ്റ് ആക്കാനായിട്ട് ഇത് പര്യാപ്തമാണ്. ബ്ലഡ് ഷുഗർ മാനേജ് ചെയ്യാൻ, നോർമലിലേക്ക് കൊണ്ടുവരാൻ, ലോയിൽ നിന്ന് കുറവാണെങ്കിൽ നോർമലിലേക്ക് കൊണ്ടുവരും, കൂടുതലാണെങ്കിൽ നോർമലിലേക്ക് കൊണ്ടുവരാം. ഒബേസിറ്റി കുറയ്ക്കാൻ, മിഡ് ലൈൻ ട്യൂമർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒബേസിറ്റി,
അതായത് ഇടഭാഗം ആവശ്യമില്ലാതെ ഒരുപാട് ഫാറ്റ് അടിഞ്ഞുകൂടിയ ശരീരത്തിൽ ആ ഫാറ്റിനെ കട്ട് ചെയ്യാൻ, ആ ഫാറ്റിനെ ഇല്ലാണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണിത്. അസിഡിറ്റി എല്ലാവർക്കും ഉള്ളതാണ്. അസിഡിറ്റി ആണ് മെയിൻ ആയിട്ടും എല്ലാ രോഗത്തിന്റെയും അടിത്തറ. ആ അസിഡിറ്റി ഇല്ലാണ്ടാക്കാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ നെഞ്ചരിച്ചില്, പുളിച്ചു തകട്ടല്, ഗ്യാസ് ഉണ്ടാവല്, വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ, കോൺസ്റ്റിപ്പേഷൻ, പൈൽസ്, എനൽ ഫിസ്റ്റുല, അതായത് പെരിയനൽ ഫിസ്റ്റുല, മലദ്വാരത്തിന് ചുറ്റുമുള്ള സ്കിന്നിന് കട്ടി വെച്ചിട്ട് പുകച്ചിൽ അനുഭവിക്കുക. ഇത് ശരിക്കും കണ്ടിന്യൂസ് ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ, അത് IT പ്രൊഫഷണൽ ആയാലും ഓഫീസേഴ്സ് ആയാലും ഡ്രൈവേഴ്സ് ആയാലും കൂടുതലായിട്ട് ഞാൻ കാണുന്നത് ഈ കൂട്ടരിലാണ് ഏനൽ ഫിഷർ കാണുന്നത്. അതിനൊക്കെ ഇതൊരു പരിഹാരമാണ്. തലച്ചോറ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക്, ട്യൂമർ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഇത് പരിഹാരം കാണാം. അതുപോലെ തന്നെ ഇതിന് ഒരു ആന്റി ഏജിങ് കപ്പാസിറ്റി ഉണ്ട്, ആന്റി ഏജിങ് പ്രോപ്പർട്ടി. അതായത് വയസ്സ് മുന്നോട്ട് പോകുക എന്നുള്ളത് നമുക്ക് തടയാൻ പറ്റുന്ന കാര്യമല്ല. അനുനിമിഷം നമ്മുടെ പ്രായം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അത് നമ്മളുടെ സ്കിന്നിൽ അതിന്റെ അടയാളമൊന്നും ഇട്ടിട്ട് പോകാതെ, ഞുറിവുകൾ വരാതെ, സ്കിന്നിൽ നല്ല സോഫ്റ്റ്നെസ് ആയിട്ട് ഒരു കുട്ടിത്തമുള്ള സ്കിന്ന് കീപ്പ് ചെയ്യാൻ, ഒരു നല്ല സോഫ്റ്റ് സ്കിൻ കീപ്പ് ചെയ്യാൻ, സ്കിന്നിലെ ഹൈഡ്രേഷൻ കറക്റ്റ് ആക്കി വെക്കാൻ, സ്കിന്നിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ചൊറിച്ചിലുണ്ടാവാം, ഇൻഫെക്ഷൻ ഉണ്ടാവാം, മൊളി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നുമില്ലാതെ ശരിക്കും സ്കിന്ന് സോഫ്റ്റ് ആണ്, സ്കിന്നിൽ പാടുകൾ ഒന്നുമില്ല എങ്കിൽ അവരുടെ ഉള്ളം കറക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഉള്ളം എന്ന് പറഞ്ഞത് കംപ്ലീറ്റ് ബോഡി സിസ്റ്റം ഒക്കെയാണ്. അവര് ഇമ്മ്യൂൺഡ് ആണ്, അവര് ശരിക്കും അരോഗ ദൃഢ ഗാത്രർ ആണ് എന്ന് പറയണമെങ്കിൽ നമുക്ക് ആ മുഖം കണ്ടാൽ മതി, അവരുടെ കൈത്തണ്ട കണ്ടാൽ മതി. വേറെ ഒരുപാട് ഭാഗങ്ങളൊന്നും നമുക്ക് കാണണം എന്നില്ല. അവർ രോഗിയല്ല, അവർക്ക് ആരോഗ്യമുണ്ട് എന്ന് പറയാൻ പറ്റും. അതുപോലെ ഇവിടെ കാണിച്ചിരിക്കുന്നത് രക്തക്കുഴലില് കൊഴുപ്പടിഞ്ഞുകൂടി ബ്ലോക്ക് ഉണ്ടായിരിക്കുന്നു. ആ ബ്ലോക്കിനെ മാറ്റാൻ പറ്റും. രക്തക്കുഴലിലെ ബ്ലോക്ക് എന്ന് പറയുന്നത് ശരിക്കും അതൊന്ന് ഡിറ്റാച്ച് ചെയ്ത് അവിടുന്ന് അടർന്നു മാറിക്കഴിഞ്ഞാൽ ആ ഒഴുക്കിൽപ്പെട്ട്, ഇപ്പൊ വെള്ളം ഒഴുകുന്ന പൈപ്പില് സൈഡിൽ പായല് പറ്റിപ്പിടിച്ചിരിക്കുക, ശക്തമായ ഒരു ഒഴുക്ക് വരുമ്പോൾ ആ പായല് അതിനകത്തൂടെ പിന്നെ ആ ഒഴുക്കിൽപ്പെടും, ആ കുഴലിന്റെ ഒഴുക്കിൽപ്പെടുകയാണ്. അതെവിടെയെങ്കിലും ഒരു ഇടുങ്ങിയ ഭാഗം വരുമ്പോൾ അവിടെ ചെന്നത് തടയും. അതേപോലെയാണ് നമുക്ക് സ്ട്രോക്ക് ഉണ്ടാവുന്നതിന്റെ കാരണവും അതുപോലെ അറ്റാക്ക് ഉണ്ടാവുന്നത്. സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ഈ പറ്റിപ്പിടിച്ച ഫാറ്റ് അവിടുന്ന് വിട്ടുപോകാൻ എന്തെങ്കിലും കാരണമുണ്ടായാൽ, ഒന്നുകിൽ നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ കെമിക്കൽ അതിന് കാരണമാക്കിയേക്കാം, ഇല്ലെങ്കിൽ നമ്മൾ കഴിച്ച മരുന്ന് അതിന് കാരണമാക്കിയേക്കാം, ഇല്ലെങ്കിൽ സഡൻ ഷോക്ക് അതിന് കാരണമാക്കിയേക്കാം. എന്തായാലും അവിടുന്ന് ഡിറ്റാച്ച് ചെയ്യുന്ന, അവിടുന്ന് ഇളകിപ്പോകുന്ന ഫാറ്റ് തലച്ചോറിനുള്ളിലുള്ള ഞരമ്പുകളിൽ എവിടെയെങ്കിലും പോയി അത് ബ്ലോക്ക് ആയാൽ സഡൻ ആയിട്ട് സ്ട്രോക്ക് വന്ന് വീഴുന്നു, കുഴഞ്ഞു വീണ് മരിക്കുന്നു, അല്ലെങ്കിൽ കുഴഞ്ഞു വീഴുന്നു. അത് പ്രഷർ വേരിയേഷൻ കൊണ്ടാവാം. എങ്ങനെയായാലും ആ ഒരു ഡിറ്റാച്ച്മെന്റ്, ആ ഒരു കട്ട അവിടുന്ന് ഇളകി മാറുന്നുണ്ട്. ഇനി അത് ഹൃദയത്തിന്റെ ഭിത്തികളിൽ, ഹൃദയത്തിന്റെ ആ ഒരു മസിലില് സർക്കുലേഷൻ കൊടുക്കുന്ന ഏതെങ്കിലും ഞരമ്പുകളിലോ അതല്ല അവിടെ നിന്നുള്ള ആർട്ടറികളിലോ എവിടെയെങ്കിലും അങ്ങനെയുള്ള രക്തക്കുഴലുകൾ ഏതെങ്കിലും ആണെങ്കിൽ ആ ഭാഗം വേദനയെടുക്കുകയും അവിടുന്ന് സർക്കുലേഷൻ കുറഞ്ഞ് ഓക്സിജൻ കിട്ടാതെ വരികയും സഡനായിട്ട് അറ്റാക്ക് ആവുകയും ചെയ്യുന്നു. ഇനി ഹൃദയത്തിലോ അല്ലെങ്കിൽ തലച്ചോറിലോ മാത്രമല്ല ഇതുണ്ടാവുന്നത്, പകരം ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വേണേലും ഇത് ചെന്ന് തടഞ്ഞിരിക്കാം. കാലിന്റെ ഭാഗത്തേക്കാണെങ്കിൽ താഴോട്ടുള്ള രക്തഓട്ടം കുറയും, പെട്ടെന്ന് നീരുവീഴ്ചയുണ്ടാകും, പിന്നെ ക്രമേണ കരുവാളിപ്പും ഉണ്ടാകാം, കാലൊക്കെ തണുത്തിരിക്കാം. ഓക്കെ, ഇങ്ങനെയുള്ള എല്ലാ കണ്ടീഷൻസിനും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സപ്ലിമെന്റ് ആണ്, ഒരു മരുന്നാണ്. മരുന്ന് കൊടുക്കുന്നത് ഡോക്ടേഴ്സാണ്, അതുകൊണ്ട് നമ്മൾ ഇതിനെ മരുന്നെന്ന് വിളിക്കേണ്ട. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, ചെയ്യാൻ പറ്റുന്ന, പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സഹായമാണ് നമ്മുടെ ഗാമ ഒറൈസനോൾ. ഇത് ഒരു പനിക്ക് പോലും നമുക്ക് പാരസെറ്റമോൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കാൻ പറയുന്നത് പോലെ ഒരു പനി വന്നാൽ പോലും ആ പനിയെ മാറ്റിയെടുക്കാൻ ഈ പാരസെറ്റമോൾ പോലെ കൊടുക്കുന്ന ഈ ഒരു ഗുളിക നമുക്ക് സഹായമാണ്. അപ്പൊ ഇതിന്റെ ഡോസും കൂടെ പറയാം. 300 മില്ലിഗ്രാം ആണ് ഒരു അഡൽട്ടിന്റെ ഡോസ്. അഡൽട്ട് എന്ന് പറഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും ഇത് കൊടുക്കാവുന്നതാണ്. ആണിനും പെണ്ണിനും ഒരുപോലെയാണ് ഡോസ്.
സാധാരണഗതിയിൽ അസുഖങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു BP ഉണ്ട്, ഒരു കൊളസ്ട്രോൾ ഉണ്ട്, ഒരു ഷുഗർ ഉണ്ട് എന്ന് വെച്ചിട്ട് എക്സ്ട്രാ ഡോസ് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ക്യാൻസർ പോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ചികിത്സാർത്ഥം ഇത് കൊടുക്കുമ്പോൾ അത് നമുക്ക് എക്സ്ട്രാ ഡോസ് കൊടുക്കേണ്ടതുണ്ട്. അതിന് പ്രത്യേകിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഡോസ് നിർണ്ണയിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇത് പഴയ കണക്കുകളാണ്, ശരിക്കും പഴയ സ്ലൈഡുകളാണ് ഇതിനകത്തുള്ളത്. ഇന്ത്യൻ പോപ്പുലേഷന്റെ 26%, ഈ 26% ഇപ്പം 33 മുകളിലേക്ക് പോയിട്ടുണ്ട്. ആൾക്കാർ മരിക്കാൻ കാരണമാകുന്നത് കാർഡിയോ വാസ്കുലർ ഡിസീസ്, അതായത് രക്തചംക്രമണത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അത് പ്രത്യേകിച്ച് ഹൃദയത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഹൃദയത്തിലേക്കുള്ള രക്ത ഓട്ടം അത് കൂടുകയോ കുറയുകയോ നിന്നു പോവുകയോ ഒക്കെ ആകുന്ന പല കാരണങ്ങളാണ്. അപ്പൊ അതിന് 26% കൂടുതൽ എന്നുള്ളത് 33% കൂടുതൽ മരണത്തിന് കാരണമാകുന്നത് ഹൃദയാഘാതമാണ്. 52% ഈ ഹൃദയാഘാതത്തിന്റെ 52%വും 70 വയസ്സിൽ താഴെ എന്ന് പറഞ്ഞിരിക്കുന്നു. 70 വയസ്സ് ഒത്തിരി കൂടുതലാണ്. ശരിക്കും ഒരുപാട് ചെറുപ്പക്കാരിലാണ് ഇപ്പം മരണം കൂടുതൽ. ഹൃദയാഘാതം ശരിക്കും 30-നും 40-നും 50-നും ഇടയ്ക്കാണ് ഇഷ്ടം പോലെ കാണുന്നത്. അവിടെ വളരെ വ്യക്തമായ കാരണം അവരുടെ ഒബേസിറ്റിയാണ്. പിന്നെ 50%-ത്തിൽ കൂടുതൽ സ്ത്രീകൾ ഹാർട്ട് ഡിസീസ് വരാൻ, ഹൃദയരോഗം ഉണ്ടാവാൻ വളരെയധികം സാധ്യതയുണ്ടെന്ന് പറയുന്നു. സ്ത്രീകളിൽ റിസ്ക് പറയുന്നുണ്ട്, സാധ്യത കൂടുതൽ പറയുന്നുണ്ട്. 2016 ഒരു കണക്കാണ് കാണിക്കുന്നത്. 28 ലക്ഷത്തോളം ആൾക്കാര് ഹൃദയാഘാതം മൂലം അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗം മൂലം മരണപ്പെട്ടിരിക്കുന്നു. ഇനി വരുന്ന കാലങ്ങളിൽ 2030 2.3 കോടിക്കാര് മരിക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത്. അത് മാത്രമുള്ള ഒരു സത്യം. പക്ഷേ ഏത് സത്യം? മരണം. അത് മാത്രം ഒരു സത്യം ഉള്ളിക്കൊണ്ട് പോകാൻ അതിന് കാരണമായി പ്രത്യേകിച്ചൊന്നും വരാതെ നമുക്ക് വിധിച്ചു വിട്ടിരിക്കുന്ന ആയുസ് മുഴുവൻ ജീവിച്ച് തീർക്കണം എന്ന് നമ്മൾ മനസ്സാവരിച്ചു കഴിഞ്ഞാൽ പ്രകൃതി നമ്മോടൊപ്പം നിൽക്കും. നമുക്കതിന് കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി തന്നതാണ് ഗാമ-റൈസിനോൾ. രണ്ടാമത് ഇത് എടുത്തു പറയുന്നത് കൊളസ്ട്രോൾ. ഹൃദയത്തിന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഘടകമാണ്, നമ്മുടെ ബ്ലഡ് വാല്യൂ ആണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. കൊളസ്ട്രോൾ നോർമൽ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല, നമുക്ക് കൊളസ്ട്രോൾ വേണം. പക്ഷെ ഹൈ ആവാൻ പാടില്ല, ഒരുപാട് ലോ ആകാനും പാടില്ല. ഇതിനെ ഒന്ന് മാനേജ് ചെയ്യാൻ നമുക്ക് ഗാമ-റൈസിനോൾ ഹെൽപ്പ് ചെയ്യും. എത്ര കൊളസ്ട്രോൾ ആയാൽ കൂടുതലാണ്, എത്ര കൊളസ്ട്രോൾ ആയാൽ കുറവാണ് എന്ന് പറയും. ഏതാണ് വേണ്ടത് കൂടുതൽ? കൊളസ്ട്രോളിന്റെ അളവ് നമ്മൾ നോക്കുമ്പോൾ ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യണം. ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 8 മണിക്കൂർ വൈകുന്നേരത്തെ ആഹാരം കഴിഞ്ഞിട്ട് രാവിലെ ബ്ലഡ് എടുക്കുന്നത് വരെ നമ്മൾ ഒന്നും കഴിക്കാതിരിക്കുക, വെള്ളം പോലും കുടിക്കാതെ പോയി ഒരു ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുക. അതാണ് ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ. പക്ഷേ ആഹാരം കഴിക്കുന്നത് 2 മണിക്ക് 3 മണിക്കൊന്നും ആവരുതെന്നുള്ളത് ഓർക്കണം. വൈകിട്ടത്തെ അത്താഴം 7 മണി അല്ലെ 8 മണിക്ക് മുമ്പോട്ട് പോകാൻ പാടില്ല. 8 മണിക്കുള്ളിൽ വൈകിട്ടത്തെ അത്താഴം കഴിക്കണം, അത് ലൈറ്റ് ആയിരിക്കണം. ഓക്കെ. രാവിലെ എന്തെങ്കിലും കഴിച്ചതിന് ശേഷമാണ് ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുന്നതെന്ന് വെച്ചാൽ റീഡിങ്ങിൽ കുറച്ച് വ്യത്യാസമുണ്ടാകും. പ്രോട്ടീൻ ബൈൻഡഡ് ആയിട്ടൊക്കെ കിട്ടും. നമുക്ക് കറക്റ്റ് ആയിട്ടൊരു ഡയഗ്നോസിസ് അല്ലെങ്കിൽ ഒരു രോഗനിർണയം അവിടെ ചെയ്യാൻ പറ്റില്ല. ഇത് കൂടുതലായത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ പറ്റില്ല. ടോട്ടൽ കൊളസ്ട്രോൾ 240 വരെ, 240 ഒന്നും കണ്ടാൽ പേടിക്കണ്ട. ടോട്ടൽ കൊളസ്ട്രോൾ അല്ല നോക്കേണ്ടത്. ശരിക്കും നമുക്ക് നോക്കേണ്ടത് HDL, ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്, അതുപോലെ തന്നെ LDL, ഇത് കൂടാതെ വേറെ ഒരെണ്ണം കൂടിയുണ്ട്, ട്രൈഗ്ലിസറൈഡ്. ഇപ്പൊ നല്ല കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒന്നും ചെയ്യാതെ, ഒരു തെറ്റും ചെയ്യാതെ കൊന്നമരം എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. കൊന്നമരം, ആ മരം ആരെയും കൊന്നിട്ടില്ല, പക്ഷെ അതിനെ കൊന്നമരം എന്നാ വിളിക്കുക. ഇപ്പൊ ചീത്ത കൊളസ്ട്രോളിനെ ചീത്തയാണെന്ന് പറഞ്ഞ് അത് ചീത്തയായി. പക്ഷെ അത് ചീത്ത കൊളസ്ട്രോൾ അല്ല, അതും നമുക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്യുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് യാത്ര ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകണേ നമുക്കൊരു വെഹിക്കിൾ വേണം, ഒരു വാഹനം വേണം. അങ്ങനത്തെ ഒരു നല്ല വാഹനമാണ് LDL-ഉം ട്രൈഗ്ലിസറൈഡ്സും. ഓക്കെ. ഈ LDL എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ശരീരത്തിൽ
നമുക്ക് രക്തത്തിലൂടെയാണ് എല്ലാ പോഷകങ്ങളും നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. അതിനെ വഹിച്ചുകൊണ്ട് ശരീരത്തിന്റെ ടിപ്പ്, നമ്മുടെ കാലിന്റെ വിരലിന്റെ തുമ്പിലും കൈയുടെ തുമ്പിലും സ്കാൾപ്പിലും ഡിസ്റ്റന്റ് പോർഷനിലേക്ക്, ഹൃദയത്തിൽ നിന്ന് ദൂരെയുള്ള ഭാഗങ്ങളിലേക്ക് നമ്മുടെ രക്തത്തിലൂടെ എത്തേണ്ട പോഷകങ്ങളെ എത്തിക്കുന്ന പണിയാണ് LDL ചെയ്യുന്നത്. നല്ലൊരു വാഹനമാണ്. എന്നാൽ അവിടെ നിന്ന് ആ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചതിന് ശേഷം അവിടെ വേസ്റ്റ് ഉണ്ടാവും ഇല്ലേ? ആ വേസ്റ്റിനെ തിരിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ധർമ്മം HDL-ൻ്റെതാണ്. അതാണ് നമ്മൾ നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. പക്ഷേ HDL-ന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളെ പിക്ക് ചെയ്ത് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തു, അവിടുന്ന് തിരിച്ച് പിക്ക് ചെയ്യാൻ ആളില്ലാത്തപ്പോൾ അനാഥപ്രേതം പോലെ നമ്മൾ അവിടെ ഉണ്ടാവും. അപ്പൊ വേസ്റ്റ് അവിടെ അടിഞ്ഞുകൂടും. അപ്പൊ LDL-ഉം വേണം, HDL-ഉം വേണം, ട്രൈഗ്ലിസറൈഡും വേണം. അതിനൊക്കെ ഒരു പരിധി നിർണയിച്ചിട്ടുണ്ട്. ആ പരിധിക്ക് മുകളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ഇതിനെയൊക്കെ മാനേജ് ചെയ്യാൻ, ലോ ആണേലും ഹൈ ആണേലും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗാമ ഒറൈസനോൾ സജസ്റ്റ് ചെയ്യാം. രാവിലെയും വൈകിട്ടും ഓരോ ഗുളിക ആഹാരത്തിന് തൊട്ടു മുമ്പ് കഴിക്കാം. അതല്ലെങ്കിൽ 2 ഗുളിക ഒന്നിച്ച് ഒറ്റ പ്രാവശ്യമായിട്ട് ഏതെങ്കിലും ഒരു കൺവീനിയന്റ് ടൈമിൽ കഴിക്കുക. അതാണ് അതിന്റെ ഡോസ്. കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സ്റ്റാറ്റിൻ, ഇതൊരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ ആണ്. ഒരുപാട് വെറൈറ്റി മെഡിസിൻസ് ഉണ്ട്. ഇപ്പൊ കൊളസ്ട്രോളിനും പിന്നെ BP-ക്കുമുള്ള മരുന്ന് ഒന്നിച്ചു വരുന്നതുണ്ട്. റീസെന്റ് കണ്ടതാണ്. അപ്പൊ ഈ സ്റ്റാറ്റിൻ കഴിച്ചാൽ നമുക്ക് കൊളസ്ട്രോൾ കുറയുമോ? ഉറപ്പായിട്ടും കുറയില്ല കേട്ടോ. ഒരു കൺട്രോൾ, ഒരു മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. കുറയും അല്ലെങ്കിൽ നോർമൽ ആകും എങ്കിൽ എന്തിനാണ് നമ്മൾ മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നത്? അപ്പൊ ഇതിന്റെ എഫക്റ്റിനേക്കാൾ കൂടുതൽ സൈഡ് എഫക്റ്റ് ആണ് ഉണ്ടാവുക. ന്യൂട്രാസ്യൂട്ടിക്കലും ഫാർമസ്യൂട്ടിക്കൽസും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ഫാർമസ്യൂട്ടിക്കൽസ് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കയറിയാൽ പിന്നെ അത് ഇറങ്ങിപ്പോവില്ല. നോർമൽ എന്നുള്ള കണ്ടീഷനിൽ നിന്ന് പകരം ഒരു മെഡിസിനിൽ നിന്ന് പല മെഡിസിനിലേക്ക് പോകാൻ ആവശ്യത്തിലധികം നമ്മൾ ഉദ്ദേശിക്കാത്ത സൈഡ് എഫക്റ്റുകൾ ഇഷ്ടം പോലെ വരും. ന്യൂട്രാസ്യൂട്ടിക്കലിന് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല. അതിൻ്റെ എഫക്റ്റ് മാത്രമേ നമുക്കുള്ളൂ. ക്രമേണ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരുന്നുകളിൽ നിന്നൊരു മോചനം നേടാൻ ഇത് നമ്മളെ സഹായിക്കും. ഇതൊക്കെ തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ വിവിധ തരം സ്റ്റാറ്റിൻ ഗുളികകളുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ കുറേ കാലം കഴിച്ചതാണ്. അത് വേണ്ട, നമുക്ക് അത്രയും സയൻസിന്റെ ഒന്നും ആവശ്യമില്ല. മോസ്റ്റ് കോമൺ സൈഡ് എഫക്റ്റ് ഓഫ് സ്റ്റാറ്റിൻ ഡ്രഗ്സ് പറഞ്ഞിരിക്കുന്നുണ്ട്. തലവേദന. ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട്, എനിക്ക് ശരീരം ഭയങ്കരമായിട്ട് വേദന, ബോഡി പെയിൻ ആയിരുന്നു. എനിക്ക് കിട്ടിയ കോംപ്ലിക്കേഷൻ അതുപോലെ തലവേദന ഉണ്ടായിരുന്നു. ഉറക്കം ശരിയാവില്ല. കാരണം ഒരുറക്കം കഴിഞ്ഞ് തിരിഞ്ഞു കിടക്കുമ്പോൾ ഭയങ്കരമായ ശരീരവേദന. ഞാൻ എന്നാണോ സ്റ്റാറ്റിൻ ഗുളികകൾ നിർത്തിയത് അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും കംഫർട്ടബിൾ ആയിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടുള്ളത്. കുറേ വർഷം ഞാനിത് കഴിച്ചതാണ്. മസ്കുലർ സിംറ്റംസ്, മസ്കുലർ പെയിൻ ആണ് ഉണ്ടാവാം, വീക്ക്നെസ് ഉണ്ടാവാം. അതുപോലെ പറഞ്ഞ കാര്യം ഇവിടെ തന്നെ ഉണ്ട്. സ്ലീപ്പ് ഞാൻ അനുഭവിച്ചതാണ്, ഇവിടെ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഡ്രൗസിനെസ്, ശരിക്കും പറഞ്ഞാൽ രാത്രി കഴിക്കുന്ന ഗുളികയാണ്. ഒരു ദിവസം അറിയാതെ ഗുളിക തെറ്റിക്കഴിച്ചിട്ട് രാവിലെ പോയിട്ട് നിലാവത്തഴിച്ചു വിട്ട കോഴിമാതിരി നടക്കേണ്ടി വന്നു. അപ്പോഴാണ് റിയലൈസ് ചെയ്തത്, വിഴുങ്ങിപ്പോയി പിന്നെന്ത് ചെയ്യാനാ, ഇത്രയും സൈഡ് എഫക്റ്റ് ഉണ്ടാകും, അല്ലെ ഇതുപോലെ പകൽ ഇത്രയും ദുരന്തമായി പോകുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കാരണവശാലും ഡെയിലി ഇത് എടുക്കരുതെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റി. അപ്പോൾ ഉറക്കം ശരിയാവാത്തത് കൊണ്ട് തന്നെ ഡിസിനസ് ഉണ്ടാകും. അതർവൈസ് അങ്ങനെ അല്ലെങ്കിലും ഡിസിനസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ തലകറക്കം, ഒരു ബ്ലാക്ക് ഔട്ട് ഫീല് ഒക്കെ ഉണ്ടാവും. തലകറക്കം അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്കിൻ പ്രോബ്ലംസ്, അത് ശരിക്കും റാഷസ് ഉണ്ടാവാൻ, ചെറിയ തിണർത്ത് വരിക, അതുപോലെ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഹോട്ട് ആൻഡ് ഫ്ലഷ്, ഒരു ചുവന്നു തുടുത്ത മുഖമായിരിക്കും, അല്ലെങ്കിൽ കഴുത്തായിരിക്കും, അല്ലെങ്കിൽ ഫ്ലാങ്ക്, നമ്മുടെ ഈ പള്ളവശത്തൊക്കെ ആയിരിക്കും ഇത് കാണുക കൂടുതലും. അതുപോലെ ഷുഗർ കൂടാൻ ഇത് കാരണമാകുന്നു. അപ്പൊ ഷുഗർ ഉള്ള പേഷ്യന്റിന് കൊളസ്ട്രോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കൊളസ്ട്രോൾ ഉള്ള പേഷ്യന്റിന് ഷുഗർ ഉണ്ടാവാനും സാധ്യതയുണ്ട്. പിന്നെ ഡൈജഷൻ പ്രോബ്ലംസ്, വിശപ്പില്ലായ്മ തോന്നും, ദഹനക്കേട് ഉണ്ടാവും, അസിഡിറ്റി കൂടും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ
ഹീമോഗ്ലോബിൻ ലെവലിലൊക്കെ ബ്ലഡ് സെല്ലിന്റെ കൗണ്ടിനും പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ടിനും ഒക്കെ വ്യത്യാസം വരാനായിട്ട് സാധ്യതയുണ്ട്. അൾട്ടിമേറ്റ്ലി ഇത് ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് പകരം ഹാർട്ടിന് ഡാമേജ് ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഹോസ്പിറ്റലുകളിൽ ഒരു നിമിഷം നിങ്ങൾ ഹോസ്പിറ്റൽ വരാന്തകളിലൂടെ ഒന്ന് നടന്നു നോക്കുക. നിങ്ങൾ പോയ ഡോക്ടേഴ്സിനെ, ഡിപ്പാർട്ട്മെന്റ്സ് ഒന്ന് ഓർത്ത് നോക്കുക. ഷുഗർ കാണിക്കാൻ പോയി, ഷുഗർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് BP-ക്ക് മരുന്ന് കഴിച്ചു, കൊളസ്ട്രോളിന് മരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഹാർട്ട് സ്പെഷ്യലിസ്റ്റിനെ കണ്ടു. അവിടം വരെയുള്ളൂ ഈ ടേബിളിൽ പറയാനായിട്ട്. ഓക്കെ, സ്റ്റാറ്റിൻ ഇവിടെ എഴുതിയിരിക്കുന്നത് തന്നെയാണ് ഡയബറ്റീസിന് കാരണമാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. സ്റ്റാറ്റിൻ കഴിക്കുന്ന സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാനുള്ള റിസ്ക് 11 ഇരട്ടിയാണ്. ഒരു സാധാരണ സ്ത്രീക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള റിസ്ക് ഉണ്ടെങ്കിൽ അത് 11 ഇരട്ടി കൂടുകയാണ് ഒരു സ്റ്റാറ്റിൻ എടുക്കുന്ന വ്യക്തിയിൽ. അങ്ങനെ രോഗങ്ങളിൽ നിന്ന് രോഗങ്ങളിലേക്ക് പോകുമ്പോൾ അതിൽ നിന്നൊരു മോചനം കിട്ടാൻ നമുക്ക് ഈശ്വരൻ തന്ന നമ്മളുടെ പ്രാർത്ഥനയുടെ റിസൾട്ട് എന്ന് വിശ്വസിക്കാം. കാരണം അങ്ങനെയാണ് ഓരോരുത്തരുടെയും അനുഭവം. ഡിസീസ് ഫ്രീ ഇന്ത്യ എത്ര കണ്ട് സാധിക്കും? അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് പറയുന്നത് പോലെ ഇത്രയും വാസ്റ്റ് ഏരിയ, 144 പരം കോടി ജനങ്ങളുള്ളതിൽ എല്ലാവരെയും അസുഖമില്ലാതെയാക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ ജോലി ഇല്ലാതാക്കുക എന്നും കൂടെ അതിനർത്ഥമുണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ സ്ട്രെസ് ഉണ്ടാവും. നമുക്ക് നമ്മളോട് എതിര് പറയുന്നവരുണ്ടാവാം. ഡിസീസ് ഫ്രീ ആക്കാൻ നമ്മുടെ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ സഹജീവികൾക്ക് നമുക്കൊരു ആശ്വാസം കൊടുക്കാൻ പറ്റണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ സ്വസ്ഥമായിട്ട് നമ്മുടെ കയ്യിൽ സേഫായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മെഡിസിൻ തന്നെയാണ് ഇത് ശരിക്കും. പക്ഷെ മെഡിസിൻ കൊടുക്കാൻ അർഹത ആർക്കാണുള്ളത്? ഡോക്ടർമാർക്കാണുള്ളത്. ഇപ്പൊ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ ഇത് നല്ലതാണ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, ആ ഡോക്ടറിന്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ ഹൈപ്പോതൈറോയിഡിസം, TSH ഒരുപാട് കൂടിയിരിക്കുന്ന കണ്ടീഷൻ, ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവുന്ന വ്യക്തികൾക്ക് അത് തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ ഗാമ-വറൈസിനോൾ പഠിച്ചതിന് ശേഷം 18ഓളം വ്യക്തികളിൽ ഹൈപ്പോതൈറോയിഡിസം എന്ന കണ്ടീഷൻ മാറ്റിയെടുത്തു. അതുപോലെ തന്നെ മറ്റ് 2 കണ്ടീഷൻ, തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് 2 കണ്ടീഷൻ, മാരകമായ 2 കണ്ടീഷൻസും കൂടെ എനിക്ക് കറക്റ്റ് ചെയ്യാൻ ഈശ്വരന്റെ അനുഗ്രഹമുണ്ടായി. ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കുക, അതായത് ബ്ലഡ് പ്രഷർ കുറഞ്ഞു കിട്ടും. മറ്റെങ്ങും ഉദാഹരണത്തിന് പോകേണ്ട, ഞാൻ തന്നെ അതിന് ഉദാഹരണമാണ്. മെനപ്പോസൽ സിംറ്റംസ്, അതും വളരെ ശരിക്കും നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ പെട്ടെന്ന് ചൂടും അതുപോലെ തന്നെ കുളിരും തോന്നുന്നതാണ് ഈ ഹോട്ട് ആൻഡ് ഫ്ലഷ് എന്ന് പറയുന്ന ഒരു അനുഭവം. ആ അനുഭവം ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് അതിൽ ഈസ്ട്രജന്റെയും ആ ഒരു ഹോർമോൺ ഇംബാലൻസ് കൊണ്ടുണ്ടാവുന്നതാണ്. അതിനെ കറക്റ്റ് ചെയ്യാനും അത് റിലേറ്റഡ് ആയിട്ടുണ്ടാകുന്ന മൂഡ് വ്യത്യാസങ്ങളെ കറക്റ്റ് ചെയ്യാനും നമുക്ക് ഗാമ-വറൈസിനോൾ ഉപയോഗിക്കാം. ഓവറായിട്ടൊന്നും ഉപയോഗിക്കേണ്ട, സാധാരണ ഉപയോഗിക്കുന്നത് പോലെ തന്നെ, പക്ഷെ റെഗുലർ ആയിട്ട് ഉപയോഗിക്കണം. രാവിലെയും വൈകിട്ട് ഓരോ ക്യാപ്സൂൾ, അല്ലെങ്കിൽ ഒരു ദിവസം 24 മണിക്കൂറിൽ 2 ക്യാപ്സൂൾ 300 മില്ലിഗ്രാം മാത്രം കഴിച്ചാൽ മതിയാകും. പക്ഷെ റെഗുലർ ആയിട്ട് കഴിക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കണം. നെർവസ് സിസ്റ്റം, നാഡീ വ്യവസ്ഥയെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹൈ ആന്റി ഓക്സിഡന്റ് ആണ്. ഗ്യാസ്ട്രിക് ഡിസ്ട്രസ്, ദഹനം കുറവുള്ള ആൾക്കാരില് ദഹനക്കേട് കൊണ്ടുണ്ടാവുന്ന അസിഡിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ മുന്നോട്ട് പോയി വഷളായിട്ടുള്ള കണ്ടീഷൻ, കോൺസ്റ്റിപ്പേഷൻ, പൈൽസ്, ഫിസ്റ്റുല, ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് കാരണങ്ങൾ മാറി മാറി ചികിത്സിക്കാൻ നമുക്ക് ഈ ഒരു ഗുളിക സഹായമാണ്. ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇതെങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ NK സെൽസ്, നാച്ചുറൽ കില്ലിംഗ് സെല്ല്, അതിനെ ശരിക്കും ആക്ടിവേറ്റ് ചെയ്യുക. നമ്മുടെ ശരീരത്തിൽ നോർമലി ഉണ്ടാകുന്ന NK സെൽസിന്റെ കൂടുതൽ ആക്ടിവേഷന് വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അങ്ങനെയാണ് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യുന്നത്. ക്യാൻസർ വിദഗ്ധൻ ഡോക്ടർ നമുക്കതിനകത്ത് നോട്ടായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ലിവർ പ്രൊട്ടക്ഷൻ ഇത് നല്ലതാണ്. ആന്റി ഇൻഫ്ലമേറ്ററി, ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നീർവീഴ്ച നമുക്ക് മുറിവുകളിൽ ഉണ്ടാകുന്നതാവാം, അതല്ല എങ്കിൽ ശരീരത്ത് മൊത്തത്തിൽ ഉണ്ടാകുന്ന ഒരു നീർവീഴ്ചയാകാം. ആ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നതാണ് നമ്മളുടെ വലിയ വലിയ അസുഖങ്ങളുടെ ഏറ്റവും താഴെയുള്ള ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ആണ്. അവിടെ വെച്ച് തന്നെ അത് കറക്റ്റ് ചെയ്താൽ
അതിന് മുന്നോട്ട് പോയി വലിയ അസുഖങ്ങളൊന്നും ആകാതിരിക്കാൻ നമുക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും. ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ വീക്ക് ബോൺസ്, എല്ലുകളിൽ നിന്ന് കാൽഷ്യം പോകുന്നതിനെയാണ്, കാൽഷ്യം പുറത്തോട്ട് കൊണ്ടുവരുന്ന, എല്ല് പൊടിയുന്ന ഒരവസ്ഥ, അതാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അതിനെ തടയാനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആണ്. ഇത് മാത്രം പോരാ, ജീവിത രീതിയിൽ അതുപോലെ കുറച്ച് സ്റ്റൈലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കേണ്ട ആവശ്യമുണ്ട്. ഇത് കഴിച്ചത് കൊണ്ട് മാത്രം കുറയില്ല, പക്ഷെ സഹായകമായിരിക്കും. ബ്ലഡ് ഷുഗർ മാനേജ് ചെയ്യാൻ പറ്റും, ഓൾറെഡി പറഞ്ഞതാണ്. ഒബേസിറ്റി, പൊണ്ണത്തടി കുറയ്ക്കാൻ ഇത് സഹായിക്കും. ആൻഡ് മസിൽ പവർ കൂട്ടാൻ ഇത് സഹായിക്കും. പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്, ആന്റി ഏജിങ് പ്രോപ്പർട്ടി. ഇത് നമ്മുടെ ഫസ്റ്റ് പിക്ചറിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഗാമോറൈസനോൾ, ദ നീഡ് ഓഫ് എവരി ഇന്ത്യൻ. 18 വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യക്കാരനും, ഇന്ത്യൻ എന്നുള്ളത് മാറ്റിയിട്ട് എല്ലാ ബീയിങ്സിനും ഇത് ആവശ്യമാണ്. നമ്മൾ നമ്മുടെ കാര്യം മാത്രം. ഓക്കെ, ഡിസീസ് ഫ്രീ ലൈഫ്, രോഗമില്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഇത് കഴിക്കാം. 2 ക്യാപ്സൂളാണ് ഡോസ് വരുന്നത്. ഗാമോറൈസനോൾ ഈസ് ട്രസ്റ്റഡ് ആസ് എ ഫുഡ് സപ്ലിമെന്റ്, ന്യൂട്രാസ്യൂട്ടിക്കൽ. ഫുഡ് സപ്ലിമെന്റ് ആണെന്നാണ് വിശ്വാസം, അത് ശരിയാണ്. ന്യൂട്രാസ്യൂട്ടിക്കൽ ആണ്, അത് ശരിയാണ്. സ്പോർട്സ് സപ്ലിമെന്റ് എന്ന് പറയുന്നു, അത് ശരിയാണ്. സ്പോർട്സ് സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പേ കണ്ട സ്ലൈഡിൽ ഓർക്കുക, മസിൽ പവർ കൂട്ടാൻ. സ്പോർട്സുകാർക്ക് എന്താ വേണ്ടത്? അവരുടെ മസിൽ പവർ ആണ് അവർക്ക് വേണ്ടത്. അതുപോലെ സ്റ്റാമിന കൂട്ടണം, അതിനൊക്കെ ഇത് സഹായകമാണ്. ആന്റി ആങ്സൈറ്റി കോമ്പൗണ്ട്, ആകാംക്ഷ കൂടുതലുള്ളത്. അത് ശരിക്കും ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ക്രമാതീതമായ ആകാംക്ഷ വരുമ്പോൾ അതിനെ നമുക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് എടുക്കേണ്ടി വരും. അതിന് ഇവിടെ സഹായകമാണ്. ആന്റി ഡിസ്ലിപ്പിഡീമിക് കോമ്പൗണ്ട്, അതായത് നമ്മുടെ കൊളസ്ട്രോളിലെ വേരിയേഷൻ, ചീത്ത കൊളസ്ട്രോൾ എന്ന് നമ്മൾ പറയുന്ന LDL, ട്രൈഗ്ലിസറൈഡ് ക്രമാതീതമായിട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ദോഷകരമായ പല സിംറ്റംസ് കൊണ്ടുവരും, അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ കൊണ്ടുവരും. അതിനെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ ഇത് സഹായിക്കും. അതുപോലെ HDL-നെ കൂട്ടാൻ, നല്ല കൊളസ്ട്രോൾ എന്ന് നമ്മൾ പറയുന്ന ഹൈ ഡെൻസിറ്റി ലിപ്പിഡിനെ കൂട്ടി കൊണ്ടുവരാൻ, അത് ശരിക്കും ഒരു 50% മുകളിൽ വേണം. ഇപ്പൊ നമ്മൾ 3-ന്റെയും അളവ് ഒന്നിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഇതിനെ കറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ജപ്പാൻ, USA, UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ, ചൈന, ഇന്തോനേഷ്യ, സൗത്ത് കൊറിയ, ഓസ്ട്രേലിയ, കാനഡ, തായ്ലൻഡ് ആൻഡ് ഇന്ത്യ, ഇത്രയും രാജ്യങ്ങളിലാണ് ഈ ഹെൽത്ത് ഗാർഡ് പല കാരണങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ പലയിടത്തും ക്യാൻസറിന്റെ മെഡിസിനായിട്ട് ഡോക്ടർ എഴുതി കൊടുക്കുന്നുണ്ട്, കൊളസ്ട്രോളിന്റെ മെഡിസിനായിട്ട് ഡോക്ടർ എഴുതി കൊടുക്കുന്നുണ്ട്. ഡോക്ടർ ചെയ്യുമ്പോൾ അത് പ്രിസ്ക്രിപ്ഷൻ ആണ്, നമ്മൾ ചെയ്യുമ്പോൾ അത് സജഷൻ ആണ്. പിന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന ഓസ്റ്റിയോപോറോസിസിനും അതുപോലെ മെനപ്പോസൽ സിൻഡ്രോം എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനിൽ അവർക്ക് മൂഡ് ആങ്സൈറ്റി, അതുപോലെ മൂഡ് സ്റ്റെബിലൈസേഷൻ, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഇത് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻ ആണ്. ഞാൻ പറഞ്ഞ കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. USA-യില്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയില് ആന്റി അൾസർ ആയിട്ടും ഹൈപ്പോലിപ്പിഡീമിക്, അതായത് കൊളസ്ട്രോളിന് വേണ്ടിയിട്ടും ഇത് കൊടുക്കും, അത് മരുന്നായിട്ട് കൊടുക്കുന്നു. പിന്നെ ഓസ്ട്രേലിയയില് ഇത് പല മെഡിസിൻസും ഉണ്ടാക്കുന്നതിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഇതിനെ കൂടെ ചേർത്തിട്ടുണ്ട്. അതുപോലെ ആന്റി ആങ്സൈറ്റി ഏജന്റ് ആയിട്ടും ആന്റി ഹൈപ്പർ ലിപ്പിഡീമിക് ഏജന്റ് ആയിട്ടും, അതായത് കൊളസ്ട്രോളിന് തന്നെ ഡ്രഗ് ആയിട്ടാണ്, ഒരു മരുന്നായിട്ടാണ് ജപ്പാനിൽ ഇത് കൊടുക്കുന്നത്. പക്ഷെ കേന്ദ്ര ഗവൺമെന്റിൽ, ഇന്ത്യയിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമ്മളെ അപ്രൂവ് ചെയ്തിരിക്കുന്നത് ന്യൂട്രാസ്യൂട്ടിക്കൽ ബൈ FSSAI, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. നാച്ചുറൽ ഹെൽത്ത് പ്രോഡക്റ്റ് ആണ്. കാനഡയിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇവിടെ FSSAI പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ് കാനഡയിലും ഇതിനെ മിനിസ്ട്രി അംഗീകരിച്ചിരിക്കുന്നത്. ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് നമ്മളുടെ ഒരു അസോസിയേറ്റ് ബയർ ഗാമോറൈസനോൾ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം 22-ാം ആണ്ടില് ഒരു വ്യക്തിക്ക്, ഒരു പ്രായമായ ഒരു അച്ഛന്റെ കാലാണിത്. 1.5 വർഷമായിട്ട് അൾസർ ആയിട്ട് ഉണങ്ങാതെ ഡോക്ടർമാരുടെ മരുന്ന് പുരട്ടി മതിയായി, പക്ഷെ ഇത് ഉണങ്ങുന്നില്ല. 2.5 മാസം ഗാമോറൈസനോൾ കഴിക്കുകയും ഗാമോറൈസനോളും മഞ്ഞളും നമ്മുടെ റൈസ് ബ്രാൻ ഓയിലും കൂടെ ചാലിച്ച് ആ വ്രണത്തിൽ പുരട്ടി വെയിലും കൊള്ളിച്ചു കഴിഞ്ഞപ്പോ 2.5 മാസം കഴിഞ്ഞ് 3-ാമത്തെ മാസത്തെ കാലാണ് നിങ്ങൾ കാണുന്നത്.
അവിടെ പാടുപോലും ഇല്ലാതെ ആ കാല് ഉണങ്ങി എന്നുള്ളതാണ്. ഈ ഒരു എക്സ്പീരിയൻസ് മറ്റൊരു വ്യക്തിയുടേതാണ്. ഇത് കണ്ടതിന് ശേഷം എനിക്ക് സ്വന്തമായിട്ട് കുറേ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ ഈ പ്രൊഡക്റ്റ്, മറ്റൊരാളിൻ്റെ എക്സ്പീരിയൻസ് നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ട് മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റുന്നതാണ്. ഓക്കെ. ഉറക്കമില്ലായ്മയുടെയും സ്ട്രെസ്സിന്റെയും ഒക്കെ ചികിത്സാർത്ഥം ഗാമ ഒറൈസനോൾ ഉപയോഗിക്കാമെന്ന് പുനെ എക്സ്പ്രസ് ന്യൂസ് പേപ്പറിൽ, പൂനെയിൽ വന്നിട്ടുള്ള ഒരു പേപ്പറിന്റെ കട്ടൗട്ടാണിത്. അതുപോലെ തന്നെ മറ്റൊരു കട്ടൗട്ട് ഈ മേരി കോമിന് ആദരവ് കൊടുത്ത ഒരു, അവര് ചാമ്പ്യൻഷിപ്പ് ഒക്കെ കിട്ടി വന്ന് നമ്മൾ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് അവർ വിജയിയായിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞ സമയത്ത് AP ഓർഗാനിക്സ് അവിടെ ഫംഗ്ഷന് വിളിച്ച അവരുടെ വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയധികം മനുഷ്യ സ്നേഹപരമായ പ്രവൃത്തി ചെയ്യാൻ തോന്നിച്ച ഈ ഒരു AP ഓർഗാനിക്സിന് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട്, അതുപോലെ RCMലൂടെ ഇത് കിട്ടുന്നതിലെ നന്ദി പ്രകാശനവും സഹജീവികളോട് കാരുണ്യം കാണിക്കുന്നതിന് നമ്മൾ കാണിക്കുന്ന ആ ഒരു മനസ്സിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ടാണ് മേരികോം ഇവിടെ കുറച്ച് വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇനി മാർക്കറ്റ്, ആരാണ് ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നത്? ഒരു പ്രൊഡക്റ്റ് ഒരു കമ്പനി ഉണ്ടാക്കിയാൽ അതിനെ മാർക്കറ്റ് ചെയ്യുന്നത് ആരാണ്? ഇന്ത്യയിൽ ആരാണ് ചെയ്യുന്നത്? ഇന്ത്യയിൽ എവിടാണ് ഇത് ഉണ്ടാക്കുന്നത്? ശരിക്കും പഞ്ചാബിലെ ദുരിയിലാണ് AP ഓർഗാനിക്സിന്റെ ഈ ഒരു കമ്പനി ഉള്ളത്, ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളത്. അത് നേരിട്ട് പോയി കാണാനും അവിടുത്തെ എണ്ണ ഉണ്ടാക്കുന്നതും, അതുപോലെ നമ്മുടെ തവിടുണ്ടോ എന്ന് ചോദിച്ച വ്യക്തിയാണ് ഞാൻ. ഇതിന് മാത്രം തവിട് എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ച വ്യക്തിയാണ്. ആ തവിട് കാണാൻ ഞാൻ പോയി. പഞ്ചാബിലെ ദുരിയിൽ പോയി തവിട് കണ്ടു, തവിടിൽ നിന്ന് എണ്ണ എടുക്കുന്നത് കണ്ടു. അതിന്റെ എന്താ പറയാ, ക്വാളിറ്റി കൺട്രോള് അവർ ചെയ്യുന്നത് ജപ്പാനിലെ ലാബിൽ നിന്നാണെന്ന് കണ്ടു ബോധ്യപ്പെട്ടു. അവിടുന്ന് ഗാമ ഒറൈസനോള് പ്രിപ്പയർ ചെയ്യുന്നത് കണ്ടു. മണിക്കൂറുകൾ എടുത്ത് ഫിസിക്കൽ റിഫൈനിങ് എങ്ങനെയാണ് ഓയിലിന്റെ മറ്റുള്ളവരിലേക്ക്, നാട്ടിലുള്ള മറ്റാൾക്കാരിലേക്ക് ഇത് എത്തിക്കുന്നത്. എന്താണ് ഇതിന്റെ അതിലൊക്കെ AP ഓർഗാനിക്സ് കമ്പനി, ഡോക്ടർ ശർമ്മയും അതുപോലെ തന്നെ ഇഷ വസിഷ്ഠ മാഡം അവരെടുത്തിരിക്കുന്ന ഒരു പ്രതിജ്ഞ എന്ന് പറയുന്നത്, അവരുടെ കൂടെ നമ്മൾ എടുത്തിരിക്കുന്ന പ്രതിജ്ഞ എന്ന് പറയുന്നത് 5 കോടി ആൾക്കാരിലേക്ക് ഈ മിറക്കിൾ പ്രൊഡക്റ്റ്, അത്ഭുതകരമായ ഈ ഒരു പ്രൊഡക്റ്റ് എത്തിക്കുക എന്നുള്ളതാണ്. 5 കോടിയല്ല, അതിലധികം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഇത് നമുക്ക് സാധിക്കും. കോടിക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഓരോ പ്രൊഡക്റ്റ് നമ്മൾക്ക് പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്. ആക്ച്വൽ പ്രൊഡക്റ്റ് ഈസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗാമ ഒറൈസനോൾ ഇങ്ങനെ നന്മ ഒരുപാട് വാരി വിതറുന്ന ഒരു, അല്ലെങ്കിൽ നന്മ ചെയ്യുന്ന ഒരു സാധനമാണെങ്കിൽ പോലും അതിലൂടെ സ്വന്തം വളർച്ച കണ്ടെത്താൻ ഒരു സെൽഫിഷ് ആയിട്ട് പ്രവർത്തിക്കാൻ കൂടെ പറ്റും. ആ സെൽഫിഷ്നെസ് വേണം, നമുക്ക് മുന്നേറണം എന്നുള്ള സെൽഫിഷ്നെസ്. അതിൻ്റെ കൂടെ നമ്മൾ മറ്റൊരുപാട് പേർക്ക് നന്മ ചെയ്തുകൊണ്ടാണ് മുന്നേറുന്നുള്ളത്. അത് മറ്റൊരു സന്തോഷം. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ, ഇറ്റ് ക്യാൻ ട്രാൻസ്ഫോം ലൈഫ്സ് ഓഫ് ക്രോസ് ഓഫ് പീപ്പിൾ. ഒരുപാട് കോടിക്കണക്കിന് ആൾക്കാരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ് നമുക്ക് RCMലൂടെ കിട്ടുന്ന ഗാമ ഒറൈസനോൾ. ഡോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. റൈസ് ബ്രാനിൽ നിന്നാണ് ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അത് പോയി കാണാൻ ഒരു അവസരമുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ഓഫർ ഉണ്ട്. നമുക്കിങ്ങനെ 100 ഗാമ ഒറൈസനോൾ ചെയ്യുന്ന വ്യക്തിക്കാണ് കമ്പനി വിസിറ്റ് ചെയ്യാൻ ഉള്ള അവസരമുള്ളത്. മുന്നോട്ടുള്ള സ്ലൈഡുകളിൽ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ 100 ഗാമ ഒറൈസനോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? ഈ മാസം ഈ ഓഫറിന്റെ ലാസ്റ്റ് മന്താണ്. ജൂൺ മുതലായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഒരുപാട് പേര് ചെയ്തു കഴിഞ്ഞു. ഇനി ഒരുപാട് പേർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അത് പൂർത്തിയാക്കി ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഉണ്ട്. അപ്പൊ ഇതിന്റെ വില വ്യത്യാസം ഒന്ന് നോക്കിക്കോ.
2700 മുതൽ 4200 വരെയാണ് ഫാർമസ്യൂട്ടിക്കൽ ലെവലിൽ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് ഈടാക്കുന്നത്. എത്ര വിലയാണെങ്കിലും ഒരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ആണ് ഗാമ ഒറൈസിനോൾ എങ്കിൽ ഒന്നും ചോദിക്കാതെ ഒരു സംശയവുമില്ലാതെ അത് വാങ്ങുകയും കഴിക്കുകയും ചെയ്യും. അതേ പ്രൊഡക്റ്റ്, ആ വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റ്, ആ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഏത് സാധാരണക്കാരനും കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് RCMലൂടെ ആ പ്രൊഡക്റ്റ് 680 രൂപ MRPക്കാണ് കിട്ടുന്നത്. 680 രൂപ MRP പറയുമ്പോൾ 483 രൂപയ്ക്കാണ് JRCM പറയുന്ന ഏതൊരു വ്യക്തിക്കും. JRCM എന്ന് പറയണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഐഡിയ ഉണ്ടായിരിക്കണം. ഐഡിയ എടുക്കുന്ന വ്യക്തിക്ക് ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടുന്നു 483. പർച്ചേസ് വോളിയം 360. ഇനിയാണ് ഇതിന്റെ മാജിക് ഉള്ളത്. ഇനി എങ്ങനെയാണ് നമ്മൾ 100ലേക്ക് എത്തുക? ഒരു ദിവസം 5 ഗാമ ഒറൈസനോൾ സെയിൽ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഷെയർ ചെയ്തുകൊണ്ട് 20 ദിവസം കൊണ്ട് 100 എണ്ണം ചെയ്യാം. പക്ഷെ ഫോക്കസ് ഉണ്ടായിരിക്കണം. പലതിലൊന്നായിട്ട് പോയാൽ ചെയ്യാൻ പറ്റില്ല. ഫോക്കസ് എന്തായിരിക്കണം? എൻ്റെ കയ്യിലിരിക്കുന്ന ഗാമ ഒറൈസനോൾ ഇന്ന ആൾക്കാർക്ക് ലിസ്റ്റ് ഇടുക. ലിസ്റ്റ് ഇട്ടിട്ട് അവരിലേക്ക് എത്തിക്കണമെങ്കിൽ അതിനു മുമ്പ് ഹോംവർക്ക് ചെയ്യണം. നമുക്ക് ഒരു ഗാമ ഒറൈസനോളിന്റെ ബുക്ക് ഉണ്ട്. ആ ബുക്ക് അവരെ കൊണ്ട് വായിപ്പിക്കാനായിട്ട് അവിടെ കൊണ്ട് കൊടുക്കണം. പല ക്ലാസ്സുകളിലും നമുക്ക് രാജൻ സാർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ആ ബുക്ക് തിരിച്ചു വാങ്ങാൻ ചെല്ലുമ്പോൾ മിനിമം നമ്മുടെ കയ്യിൽ 2 ഗാമ ഒറൈസനോളിന്റെ പാക്കറ്റ് എങ്കിലും ഉണ്ടെങ്കിൽ അവിടെ 3-4 പേര് പ്രായപൂർത്തിയായവരുണ്ടാവാം. പലർക്കും പല പ്രശ്നങ്ങളാകാം. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരേപോലെ കൊടുക്കാൻ പറ്റുന്ന ഈ ക്യാപ്സൂള് നമുക്ക് അവർക്ക് കൊടുത്തിട്ട് പോരാം. അതുപോലെ തന്നെ അവരോട് റെഫറൻസ് ചോദിച്ച് വാങ്ങിക്കാം. അവരൊരാളെടുത്തു, 2 പേരെടുത്തു, അവരുടെ പരിചയക്കാർ, അവരുടെ ഫ്രണ്ട്സ്, അവരുടെ റിലേറ്റീവ്സ്, അങ്ങനെ നിസാരമായിട്ട് നമുക്ക് ഈ ഒരു ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ എളുപ്പമാണ്. 20 ദിവസം കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്, ഇവിടെ സെയിൽസ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിൽസ് കമ്മീഷനേക്കാൾ എനിക്കിഷ്ടം പറയുന്നത് റീറ്റെയിൽ മാർജിൻ എന്ന് പറയുന്നതാണ് ഇഷ്ടം. റീറ്റെയിൽ മാർജിൻ എന്താണെന്ന് ചോദിച്ചാൽ MRPയിലാണ് നമ്മൾ സാധനം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യേണ്ടത്. നമ്മൾക്ക് കിട്ടിയ ഡിസ്കൗണ്ട് പ്രൈസിൽ 483 രൂപയാണ് നമുക്ക് കിട്ടിയത്. അത് 680 രൂപയാണ് അതിന്റെ വില. 680 രൂപയ്ക്കാണ് നമ്മളത് കൊടുക്കുന്നത്, ഇല്ലേ? ആ ഇടയ്ക്ക് വാങ്ങിയ വില, അതിൽ നിന്ന് വിറ്റ വില, ഇതിന്റെ വ്യത്യാസമാണ് ലാഭം അഥവാ നഷ്ടം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ലാഭത്തിൽ തന്നെയാണ് കൊടുക്കുന്നത്. അത് സെയിൽസ് കമ്മീഷൻ അല്ല, നമുക്ക് പ്രോഫിറ്റ്. അപ്പൊ 100 എണ്ണം നമുക്ക് വിറ്റ് കഴിയുമ്പോൾ കിട്ടുന്ന 20 ദിവസം കൊണ്ട് നമുക്കില്ലാത്ത സാധനം ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ കയ്യിൽ എന്താ ഇല്ലാത്തത്? പൈസ ഇല്ല. ആ പൈസ 20 ദിവസം കൊണ്ട് നമുക്ക് കിട്ടുന്നത് നോക്ക്, 20,700 രൂപ നമുക്ക് ഉണ്ടാക്കാം. ഇനി മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞു, പർച്ചേസ് വോളിയം, ഇല്ലേ? പർച്ചേസ് വോളിയം വെച്ചിട്ട് മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് വരുമാനത്തിൽ എത്ര വ്യത്യാസം വരുമെന്നുള്ളത് നമുക്കിവിടെ കാണാം. ഡെയിലി നമ്മളൊരു ടാർഗറ്റ് 20 ദിവസം കൊണ്ട് 100 എടുത്തിട്ടുണ്ട്. ആ 100 ദിവസം കൊണ്ട് നമുക്കതിനെ 100 പീസ് എന്ന് പറഞ്ഞതിനെ നമ്മൾ ചെറുതാക്കി എടുത്തു. അതുപോലെ തന്നെയാണ് ഡെയിലി PV ജനറേഷൻ എന്നുള്ള മറ്റൊരാശയത്തിലൂടെ മുന്നോട്ട് പോകുന്നത്. മൊത്തം PV 36,000 ആണ്. അപ്പോൾ ഒരു ദിവസം 1800 PV വെച്ചിട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ അതിനെ സ്ലാബിൽ വെച്ച് നോക്കുമ്പോൾ 2%, 4%, 7% എന്ന് നമ്മൾ ശരിക്കും കമ്മീഷൻ റേറ്റ് നോക്കുമ്പോൾ 36,000 എന്ന് പറയുന്നത് 7% വരുന്നതാണ്. അപ്പൊ നമുക്ക് ഈ 100 പീസിൽ ഈ 20 ദിവസം കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യുന്ന മറ്റൊരു ഇൻകം ആണിത്. ആദ്യം പറഞ്ഞത് റീറ്റെയിൽ മാർജിൻ ആണ്. രണ്ടാമത്തേത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പർച്ചേസ് വോളിയത്തിന്റെ വരുമാനമാണ്. അത് 2,520 രൂപ കിട്ടുന്നു. അപ്പൊ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് 23,220 രൂപ നമുക്ക് ഒരു മാസം ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു ഫ്രീ ടൂർ. കമ്പനിയിൽ ചെല്ലണം. കമ്പനി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അവിടെ ആദരവുകൾ, വെറുതെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഗസ്റ്റ് അല്ല, വിളിക്കാതെ ചെല്ലുന്ന ഒരു അതിഥി അല്ല. നമ്മള് കമ്പനി നമ്മൾക്ക് വെച്ചിരുന്ന ഓഫർ അത് ഏറ്റെടുത്ത് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്.
നമുക്ക് അവിടെ ഒരു ടൂറ് കിട്ടുന്നു. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ സംഭവങ്ങളെല്ലാം കാണാം. ആ കമ്പനിയിൽ നിങ്ങൾക്ക് ആ ഫാമിന്റെ സൈഡിൽ കൂടെ നടക്കാം, നിങ്ങൾക്ക് ഫാം കാണാം, ഇഷ്ടംപോലെ തവിട് കെട്ടിയിട്ടിരിക്കുന്ന ട്രക്കുകൾ, രാജസ്ഥാൻ ട്രക്കുകൾ കാണാം, തവിട്, ഉമി, വെള്ളം, ഇതൊക്കെ കൂടി എങ്ങനെയാണ് ഓയിലാക്കി മാറ്റുന്നത് തവിടിനെ എന്നും കാണാം. തവിടിനകത്തുനിന്ന് ഓയിൽ എടുക്കുന്നു, ബാക്കി എന്ത് ചെയ്യുന്നു, ഓയിലിൻ്റെ അകത്തുനിന്ന് എന്തൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നു, ഇതൊക്കെ നേരിട്ട് കാണാനൊരു അവസരമാണ്. അതുപോലെ തന്നെ ഒരു സ്റ്റാർ അച്ചീവ്മെന്റിലേക്ക് ഇന്ന് ജോയിൻ ചെയ്യുന്ന ഒരാളിന് പോലും ഒരു സ്റ്റാർ അച്ചീവ്മെന്റിലേക്ക് പോകാൻ ഒന്ന് പ്ലാൻ ചെയ്താൽ ശരിക്കും നടക്കും. ഇന്ന് 8 അല്ലേ, ബാക്കിയുള്ള ദിവസം 22 ദിവസം കൊണ്ട് ഒരാൾ സ്റ്റാർ ആവണം എന്ന് വെച്ചാൽ, ഉറച്ച ആകണമെങ്കിൽ ആ ഒരു 9 പേരുടെ ഒരു ടീം ക്രിയേറ്റ് ചെയ്ത് ടീം ബിൽഡിങ്ങിലൂടെ സ്റ്റാർ ആകുക. ഒരാൾ ഒറ്റയ്ക്കല്ല, ഒരു ടീം ബിൽഡിങ്ങിലൂടെ സ്റ്റാർ ആവാൻ ഇതിനേക്കാൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നന്നായിട്ട് ചെയ്താൽ ഒരു സ്റ്റാർ ആവാൻ അധികം സമയമൊന്നും എടുക്കില്ല. അപ്പൊ ആരെങ്കിലും തയ്യാറാണെങ്കിൽ നമുക്കിത് മുന്നോട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് നമുക്ക് വീണ്ടും തെളിയിക്കാം. ഇവിടെ ടീം എന്ന് തൊട്ടു മുമ്പ് പറഞ്ഞതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടിയാണിത്. ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കത് ചെയ്യാൻ പറ്റും. അതിനെ കാണ്ട് എന്നുള്ളത് അങ്ങ് വെട്ടിക്കളയുക, അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞത്. യു ക്യാൻ ഡു ഇറ്റ്, എനിക്ക് ചെയ്യാവുന്നത് നിനക്കും ചെയ്യാം, പക്ഷെ ഞാൻ ആദ്യം ചെയ്യണം. ചെയ്യാതെ നിങ്ങൾ ചെയ്തോന്ന് പറയാൻ പാടില്ല. അത് ഐയും യുവും കൂടെ ചേർന്ന് കഴിയുമ്പോൾ വി ക്യാൻ ഡു ഇറ്റ്. ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നല്ലേ പറയാ. അപ്പോ വി ക്യാൻ ഡു ഇറ്റ്, നമുക്ക് ഒന്നിച്ചത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർ ഹെൽത്തി ആൻഡ് ഡിസീസ് ഫ്രീ ലൈഫ് യൂസ് RCM ഹെൽത്ത് ഗാർഡ് ഗാമ റൈസനോൾ. അതൊരു സ്ലോഗനാണ്. ഒരു ഫാമിലിയില് ഇവിടെ നോക്കാൻ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന, ഞാൻ എൻ്റെ ലൈഫിൽ ഇത്ര ഹാപ്പിനെസ്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഏറ്റവും സന്തോഷമായിട്ടിരിക്കുന്നത് മറ്റെവിടെയും കണ്ടിട്ടില്ല. അപ്പൊ ഏറ്റവും നല്ല ഹാപ്പിനെസ് എല്ലാവർക്കും കിട്ടാൻ, RCMലൂടെ വിജയിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും